വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സേഫായിട്ടിരിക്കുന്നു ഇതുവരേക്കും. പിന്നെ അതുപോലെ കോവിഡ് കേസസൊക്കെ കൂടി വരുന്നത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ്. 1-2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ എന്നത്തെയും പോലെ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനൊരു 6:30 ആ ഒരു സമയത്താണ് അടുക്കളയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ നേരം താമസിച്ച് വെളുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യത്തെ പരിപാടിയായ ഗ്രീൻ ടീക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഉരുളിയിൽ തേങ്ങ വറുത്തതാട്ടോ ഇരിക്കുന്നത്. തലേന്ന് രാത്രിയിൽ തേങ്ങ വറുത്ത് വെച്ചതാണ് ഇന്ന് നമ്മൾ തീയലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തീയലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങ വറുത്ത് വെച്ചത് ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പോവാണ്. അതിനുശേഷം ചൂടാറിയിട്ട് അത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും ഇതാണ്ട് ദിനവും പാത്തുമൊക്കെ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്. പാത്തു ആണെങ്കിൽ രാവിലെ എണീറ്റ് ഒന്ന് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് അത്ര ഒരു നല്ല മൂഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ദിനുവിൻ്റെ കൂടെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഓരോന്നൊക്കെ പറയുമ്പോൾ എന്നെ നോക്കി ഇടയ്ക്കൊക്കെ ചിരി വരുന്നുമുണ്ട്. അങ്ങനെ അവരവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ തീയൽ വെക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തീയലൊക്കെ വെക്കുമ്പം ചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഒരു 15 കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമുണ്ട്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, 2 മുരിങ്ങയ്ക്ക, ഒരു ചെറിയ പടവലങ്ങ, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞ് ഞാൻ തലേന്ന് തന്നെ ഫ്രിഡ്ജ് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് രാവിലെ നമുക്ക് തീയലുണ്ടാക്കാം. തീയലെന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തൊരു പാടാ, തേങ്ങ അരച്ച് പച്ചക്കറിയൊക്കെ നുറുക്കി നല്ല പാട് പിടിച്ചൊരു ജോലിയാണെന്ന് വിചാരിക്കും. പക്ഷെ തലേന്ന് തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വയ്ക്കുകയും ഇതുപോലെ ഇതിനകത്ത് ഇടേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയും ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടോ തീയൽ. അപ്പോൾ ഇത് പാത്തൂസിൻ്റെ പുതിയ സ്കൂട്ടറാണ്. ഫുൾ ടൈം ഇതിൻ്റെ പുറത്താണ് കേട്ടോ. വിദ്യ ചേച്ചിയൊക്കെ എടുത്തു പോയപ്പം അവിടുന്ന് വിദ്യ ചേച്ചിയും കുഞ്ചും ഒക്കെ കൊടുത്തതായിരുന്നു സ്കൂട്ടർ. അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലെന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ തീയലിൽ ഞാനാണെങ്കിൽ പച്ചമുളക് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒത്തിരി എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തീയലിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 2 കൊച്ചുള്ളി, ഒരു 8-10 കുരുമുളക്, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നല്ല പോലെ വറുത്തെടുക്കണം. അങ്ങനെ തേങ്ങ നല്ലപോലെ വറുത്ത് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് അതിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ തേങ്ങ വറുത്ത് നേരത്തെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാം. കാരണം അത് കേടുകൂടാതെ ഒരുപാട് നാളിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്നവരും ഉണ്ട്. അപ്പോൾ തീയലിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു സവോളയുടെ പകുതിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗവും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി, അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോക്കകത്ത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എങ്ങനെ റെക്കോർഡായിട്ടില്ലായിരുന്നു കേട്ടോ.
ഇനി ഉപ്പുമാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സവോളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പുമാവ് എല്ലാവരും ഒന്നും തേങ്ങ ഇടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ തേങ്ങ ഇട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക എന്തുമാത്രം ഉണ്ട്, ഇനി കൂടുതൽ വേണമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് വറുത്ത റവ, ഓൾറെഡി വറുത്ത റവയാണെങ്കിലും ഞാൻ ഒന്നുകൂടെ വറുത്തിട്ടേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ റവയുടെ അളവ് കറക്റ്റ് ആവുകയാണെങ്കിലാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അളവെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ ഉപ്പുമാവ് കറക്റ്റായിട്ട് വെന്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉപ്പുമാവ് വെക്കുന്നത്. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കടലക്കറിയോ പഴമോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇനിയിപ്പം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് ഒരു സവോളയുടെ കുറച്ച് എടുത്തിട്ട് അരിഞ്ഞു ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ കുരുമുളക് പൊടി ഇടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ തന്നെ തീയലാണെങ്കിൽ മുട്ട പൊരിച്ച് കൊടുത്താൽ അതാണ് ഏറ്റവും താല്പര്യം. കാരണം തീയൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയായി ഇവിടെ ദിനുവിനാണെങ്കിലും പാത്തൂനാണെങ്കിലും എനിക്കാണെങ്കിലും. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മുട്ട മാത്രം മതി. പിന്നെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അങ്ങനെ ദിനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്തു വിടുകയാണ്. അപ്പോൾ അത് ബോക്സിലൊക്കെ ആക്കുന്ന സമയം കൊണ്ട് ദിനു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ്ട് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ബോക്സ് എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വീണ്ടും പോയി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ പാത്തും കൂടത്തിൽ തന്നെ ഇറങ്ങി നിൽപ്പുണ്ട് ബൈ ബൈ പറയാനായിട്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ അവൾ കരയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ കരയത്തൊന്നുമില്ല. അവൾക്ക് ഓഫീസിൽ പോകുന്നത് അറിയാം. വീട്ടിലിരിക്കുന്ന ദിവസം, ദിനുവിന് ഓഫായിട്ടുള്ള ദിവസം ദിനു വെളിയിലോട്ട് പോയാലേ അവൾ കരയത്തുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്ക് ഉപ്പുമാവ് എടുക്കാനായിട്ട് പാത്രമൊക്കെ എടുത്തപ്പോഴത്തേക്കും അവൾ തന്നെ കഴിച്ചോളാമെന്നും പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ എന്നാൽ കഴിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. കാരണം ഉപ്പുമാവും പഴവും പുട്ടും പഴവും ഒന്നും ഞാൻ അവൾക്ക് തന്നെ കഴിക്കാനായിട്ട് കൊടുക്കാറില്ല. ദോശ, അപ്പം, ഇഡ്ഡലി, ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റമൊക്കെ അവൾക്ക് തന്നെ കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവളത് തന്നെ കുഴച്ചിരുന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് അവൾക്ക് ഞാൻ തന്നെ കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വന്നാട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അത്യാവശ്യം ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെയുള്ള എല്ലാ പരിപാടികളും കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിന്ന് പറയാനുള്ള ടോപ്പിക്കിലേക്ക് വരാം. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുമെന്നോർത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്ന കുറേ അധികം ആളുകളുണ്ടല്ലോ, അവരോടാണ്. നമ്മൾ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്താനും കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ. വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താനായിട്ട്. നമ്മളെപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ലൈഫാണല്ലേ. അപ്പോൾ അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സന്തോഷങ്ങൾ ഒരിക്കലും മൂടി വെക്കപ്പെടേണ്ടതല്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ മറ്റൊരാളെ അനുകരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ കഴിഞ്ഞു പോയതിനെ പറ്റി ഓർത്ത് സങ്കടപ്പെടാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സമയം നമ്മളെ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്കൊരിക്കലും ഒരു നഷ്ടബോധം തോന്നരുത്. കാരണം സമയം വിലപ്പെട്ടതാണ്. സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സംസാരിച്ച് കുറേ അധികം സമയം പോയി. ഇപ്പോൾ 9:40 ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഫാസ്റ്റാണ് ക്ലോക്ക്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കിങ്, ക്ലീനിങ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.